നമ്മുടെ കൈ ബാക്കിലായിരുന്നു. ആ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ മങ്കയ കരശി ഇങ്ങനെ തലാട്ടും. അപ്പോൾ ഇതേ കൈ ഇതേ ഇങ്ങനെ പിടിക്കണു. അവിടുന്ന് കൈ ഇതേ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചാടിയിട്ട് നമ്മൾ ശൃംഗാരം എന്നുള്ള ഒരു ഇതിലായിട്ടാണ് റൈറ്റിൽ തൃപ്പതാക വളമകൻ പാർവൈ പറയുമ്പോൾ രാജാവും കുട്ടിയും അങ്ങനെയായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാലിതേ ഇങ്ങനെ നീട്ടി നമ്മളിതേ ഇങ്ങനെ, ഇതിപ്പോൾ മൂന്നാമത്തെ ലൈനാണ്. ഇതിങ്ങനെ ഇവിടുന്ന് അളപത്മം പിടിച്ച് അവിടുന്ന് ഇങ്ങനെ ചാടി മങ്കയ കരശി ഇങ്ങനെ സമത്തിലായിട്ട് ഇങ്ങനെ നിന്ന് നേരത്തെ ചെയ്ത അതേ കാര്യം ഇങ്ങനെ എടുത്തിങ്ങനെ നിന്നു. ഇതിങ്ങനെ സമത്തിൽ. അപ്പം നമ്മളിത് ഇങ്ങനെ കാണിക്കും പങ്കജ. ഇനി ഷെൽവി പറയുമ്പോൾ കുട്ടി എന്നുള്ളത് ഇത് ഇങ്ങനെ പണി ചെയ്ത നാൾ തോറും പറവ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കലാമണ്ഡലം സുജിത സുധീഷ്. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തോടയം എന്നൊരു ഡാൻസാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ആയിട്ട് അതിൻ്റെ സ്റ്റെപ്പുകളായിട്ടുള്ള ഭാഗങ്ങളായിരുന്നു നമ്മളൊരു 4 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ 5ാമത്തെ എപ്പിസോഡാണ് വരുന്നത്. ഇവിടെ നമ്മൾ പാട്ടോട് കൂടിയിട്ടുള്ള അഭിനയം ആ ഒരു ഭാഗത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്നതാണ് മങ്കയ കരശി വളമകൻ പാവൈ വരിവള കൈവള പാമാടി ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്റ്റെപ്പ് കളിച്ചിട്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അഭിനയം ആയിട്ടുള്ള ഭാഗമാണ് വരുന്നത്. അപ്പോൾ അവിടെ പാട്ട് പാടിയിട്ടുള്ളത് വരുന്നത്. എന്താ പാട്ട് പാടണമെന്ന് പറയാം കേട്ടോ. മങ്കയ കരശി വളമകൻ പാവേ വരിവള കൈവള ഭാമാടി. ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ അതിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട് വെച്ചാൽ നമ്മുടെ കൈ തൃപ്പതാക ബാക്കിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ തീരുമാനം കളിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കൈ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്ന് നമ്മളിങ്ങനെ കഴുത്താട്ടും. അത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ടൊരു തജ്ജം എന്നുള്ള സ്റ്റെപ്പ് ചാടും. അതേപോലെ ലെഫ്റ്റ് സൈഡിലോട്ടൊരു തജ്ജം എന്നുള്ള സ്റ്റെപ്പ്, അത് കുറച്ചിങ്ങനെ കോണായിട്ട് നിന്നിട്ടാണ് ചെയ്യണത്. അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ടൊരു 4 സ്റ്റെപ്പ് നമ്മളിങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മളൊരു സ്റ്റെപ്പ് പഠിച്ചിട്ടുള്ളതാണ്. തെയ്ത്തെ തത്താം ദിത്തെ തത്താം എന്നുള്ള സ്റ്റെപ്പിൽ അതിൻ്റെ കാലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു 4 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വരികയാണ്. അതാണ് ഈ ഒരു ലൈനിൽ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് തൃപ്പതാക പിടിച്ചിട്ട് ചെയ്യാം. നമ്മുടെ കൈ ബാക്കിലായിരുന്നു. ആ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ മങ്കയ കരശി ഇങ്ങനെ തലാട്ടും. ഇനി ഞാൻ പറഞ്ഞല്ലോ വളമകൻ പാർവൈ പറയുമ്പോൾ നമ്മളിതിങ്ങനെ റൈറ്റ് ഇങ്ങോട്ട് ചാടുകയാണ്. ഇങ്ങനെ ചാടുമ്പോൾ ഇതേ ആ കോണിലോട്ടായിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇനി നമ്മൾ കോണായിട്ട് ബാക്കിലോട്ട് 4 സ്റ്റെപ്പ് പോവുകയാണ്. അപ്പോൾ അതിൽ വരിവള കൈവള എന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. 1, പിന്നെ 2, അത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ 3, അത് കഴിഞ്ഞത് ഇങ്ങനെ 4. ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് 4 സ്റ്റെപ്പ് 1, 2, 3, 4. ഇതാണ് ഇപ്പോൾ ഞാൻ പാടിയ ആ ഒരു ലൈനിലത്തെ ആദ്യത്തെ ഒരു ഭാഗം വരുന്നത്.
ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിന്നു. അടുത്തതും അതേ മങ്കേക്കരച്ചി എന്നുള്ള ലൈന് പാടുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ദേവീനെ എടുത്തിട്ട് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡോൾ ഇട്ടിട്ട് ഇവിടെ ഇങ്ങോട്ടായിട്ട് ലെഫ്റ്റ് ബാക്ക് കോണിലോട്ട് അങ്ങോട്ട് ആ ഒരു സൈഡിലോട്ടായിട്ടാണ് ചാടണത്. അപ്പോൾ അതേ കൈ ഇതേ ഇങ്ങനെ പിടിക്കണു. അവിടുന്ന് കൈ ഇതേ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചാടിയിട്ട് നമ്മൾ ശൃംഗാരം എന്നുള്ള ആ ഒരു ഇതിലായിട്ടാണ് ഇങ്ങനെ അത് ചാടുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ എടുത്ത് മങ്കയ കരശി അതാണ് ചെയ്യണത്. ഇവിടെ നിന്ന് അടുത്തത് നമ്മുടെ കൈ ഇവിടെ ലെഫ്റ്റ് കൈ ഇവിടെ വരും. റൈറ്റിൽ തൃപ്പതാക വളമകൻ പാർവൈ പറയുമ്പോൾ രാജാവും കുട്ടിയും അങ്ങനെയായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം നമ്മുടെ കാലിതേ ഇങ്ങനെ നീട്ടി നമ്മളിത് ഇങ്ങനെ വീരം എന്നുള്ള ഒരു ഭാവത്തിൽ ഇങ്ങനെ നിന്ന് ഈ റൈറ്റ് കാലിങ്ങനെ വെക്കുമ്പോൾ പാവേ ഇതാണ് ചെയ്യണത്. ഇനി അടുത്തത് വരിവള കൈവള പറയുമ്പോൾ നമ്മൾ റൈറ്റ് കാല് ബാക്കിലായിട്ട് വെക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ കാല് കുത്തുമ്പോൾ നമ്മൾ കൈ ഇതേ ഇങ്ങനെ പിടിച്ച് അവിടേക്ക് ആ സൈഡിലോട്ട് വരിവള. അടുത്ത കാലിങ്ങോട്ട് വയ്ക്കുമ്പോൾ കൈവള കൈ ഇതേ ഇങ്ങനെയാണ് വരിക. ഇനി നമ്മൾ ഫ്രണ്ടിലോട്ടൊരു 4 സ്റ്റെപ്പാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈ ഇതേ ഇങ്ങനെ ഡോളം ഇങ്ങനെ വീശി ഇങ്ങനെ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോട്ടവും ചെയ്യാം. ഇപ്പം ഞാൻ കൈ ഇങ്ങനെ കാണിക്കണേ ഉള്ളൂ. ഇങ്ങനെ പാ മാ ഡീ ഇങ്ങനെ ഒരു 4 സ്റ്റെപ്പ് നമ്മൾ നടന്നു വരികയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 ലൈന് പറഞ്ഞത് മനസ്സിലായോ? ഇത് കൈ മാത്രം എടുത്ത് പറയുന്നില്ല, അപ്പോൾ നമുക്ക് ഒരുപാട് എപ്പിസോഡാവും. അപ്പോൾ കണ്ടു പഠിക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ടാണ് ഇതിങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ കാണിക്കണത്. ഇനി അടുത്തതും ഇതേ മങ്കേക്കരശി തന്നെയാണ്. നമ്മളിപ്പോൾ ചെയ്ത അതേ കാര്യം ചെറിയൊരു മാറ്റത്തിലാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ഇതിപ്പോൾ 3ാമത്തെ ലൈനാണ്. ഇതിങ്ങനെ ഇവിടുന്ന് അളപത്മം പിടിച്ച് അവിടുന്ന് ഇങ്ങനെ ചാടി മങ്കയ കരശി ഇങ്ങനെ സമത്തിലായിട്ട് ഇങ്ങനെ നിന്ന് നേരത്തെ ചെയ്ത അതേ കാര്യം ഇങ്ങനെ എടുത്തിങ്ങനെ നിന്നു. ഇതിങ്ങനെ സമത്തിൽ, അതായത് മങ്കയ കരശി വള മകൻ പാറേ എന്നുള്ള ആ ഒരു ഭാഗമാണ് ചെയ്ത്. നേരത്തെ ചെയ്ത വരിവള കൈവള എന്നുള്ള അതേ ഭാഗം നമ്മൾ ഇവിടെ ഒരു 4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം നമ്മളിതേ അതന്നെ അങ്ങോട്ട് നോക്കി, രണ്ടാമത്തതേ ഇങ്ങോട്ട് നോക്കി, ഇതേ ഇങ്ങനെ കൈവള എന്നുള്ളത് ഇങ്ങനെ കാണിച്ച് 2 സ്റ്റെപ്പിന് സമം നിൽക്കും. അത് കഴിഞ്ഞ് 2 കൈയും വീശിയാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് ഒരു 4 സ്റ്റെപ്പ് വെക്കുന്നത്. അപ്പോൾ അതിങ്ങനെ 1 2 3 4 അങ്ങനെ ഒരു 4 സ്റ്റെപ്പും കൂടി വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു 3 ലൈന് ഇവിടെ കഴിയാണ്. അടുത്തത് നമ്മൾ അടുത്തൊരു പാട്ടായിട്ട് തുടങ്ങുകയാണ്. അവിടെ പങ്കജ ശിൽവി പാട്ടിമദേവി. അപ്പോൾ പങ്കജ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സമത്തിലാണ് നിൽക്കണം. ആ സമത്തിൽ നിൽക്കണം നമ്മുടെ കാലിത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെക്കും. അപ്പം നമ്മളിത് ഇങ്ങനെ കാണിക്കും പങ്കജ. ഇനി ഷെൽവി പറയുമ്പോൾ കുട്ടി എന്നുള്ളത് ഇങ്ങനെ ഷെൽവി. ഇനി പാണ്ടിമ എന്നുള്ളത് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ റൈറ്റ് ബാക്ക് കോണിലോട്ട് ചാടുകയാണ്. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടുന്ന് പാണ്ടിമ. അപ്പോൾ അങ്ങോട്ടാണ് നോക്കുക. ഇനി ദേവി എന്ന് പറയും. അപ്പോൾ നമ്മൾ ദേവി എന്ന് പറയുമ്പോൾ ഈ സൈഡിലോട്ടാണ് ചാടണത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കും ദേവി. അതാണ് ഇപ്പോൾ പാടിയ ആ ഒരു പാട്ടിന് നമ്മൾ ചെയ്യണത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? ഞാനിത് ഒരുമിച്ചാണ് പറയണത്. അപ്പോൾ ഞാൻ മുൻപുള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് കഴിയുമ്പോൾ കളിച്ച് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്തായി പറയണമെന്നുള്ള കാര്യം കുറച്ചും കൂടി മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2 പങ്കജ ശെൽവി എന്നുള്ള ഭാഗമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നമ്മളിപ്പോൾ ഞാൻ കാണിച്ചെന്നു ഇതിലൊരു 4 സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മൾ അടുത്ത പങ്കജ ശെൽവി എന്നുള്ള ഭാഗം ചെയ്യുക, രണ്ടാമത്തേന്. അപ്പോൾ അത് റൈറ്റ് കോണിലോട്ടായിട്ടാണ് ചെയ്യുക. അപ്പം നമ്മൾ ഒരെണ്ണം ഇങ്ങനെ 1, അടുത്തത് 2, അത് കഴിഞ്ഞാൽ 3 എന്നുള്ളത് ഇങ്ങോട്ട് വരും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ റൈറ്റ് കോണിൽ ഇങ്ങനെ പാണ്ടിമ
അത് കഴിഞ്ഞ് ഇങ്ങനെ ദേവി എന്നുള്ളത് ഇങ്ങനെ ചാടുകയാണ് ചെയ്യണത്. അടുത്തത് ഇപ്പൊ നിങ്ങൾക്ക് പങ്കജ ചെൽവിന്റെ 2 ലൈനിന്റെ കയ്യും കാലും പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നതാണ് പണി ചെയ്ത നാൾ തോറും പറവ എന്നുള്ള ആ ഒരു ലൈനാണ്. അപ്പൊ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ താഴ്ന്ന് പണി ചെയ്ത നാൾ തോറും പറയും. ഇപ്പൊ സമത്തിൽ നിന്ന് നാൾ തോറും. ഇനി പറവ പറയുമ്പോൾ ഇങ്ങനെ പറവ നമ്മൾ എന്നിട്ട് ഫ്രണ്ടിലോട്ട് ഒരു അളപ്പറ്റം പിടിച്ച് ഇങ്ങനെ അതാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിനായിട്ട് ഈ കൈ ഇങ്ങനെ വരും. രണ്ടാമത്തതും അതേപോലെ തന്നെ ചെയ്യും. നമ്മൾ പണി ചെയ്ത നാൾ തോറും പറവ എന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് 1 2 3 4 ഇതാണ് നമ്മൾ രണ്ടാമത്തെ ലൈനിലായിട്ട് ചെയ്യണത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ മങ്കയെ കരശി എന്നുള്ള ആ ഒരു ഭാഗം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സമമായിരുന്നു. അപ്പോൾ ഈ അളപത്മം എടുത്തിട്ട് നമ്മൾ ദേവി ചാടുകയാണ്. മങ്കയെ കരശി നമ്മൾ നേരത്തെ ഫസ്റ്റിൽ ബാക്കോട്ട് പോയ അതേപോലെ 2 സ്റ്റെപ്പ് ബാക്കിലോട്ടും 2 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ടും ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതേ കാലിങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് നോക്കുക. പിന്നെ അടുത്തത് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് താഴ്ന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുക. എന്നിട്ട് 2 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെക്കുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ദേവി നെയ്യേ തുണേ എന്നുള്ള ആ ഒരു ഡാൻസ് പഠിപ്പിക്കുമ്പോൾ ആദ്യം കൈ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കാല് പഠിപ്പിച്ചെന്നത്. ശരിക്കും ഞാൻ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഈ ഒരു ഭാഗം അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കാറ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല വെച്ചിട്ടാണ് ഞാൻ കൈയും കാലും കൂടി ഇങ്ങനെയാണ് ചെയ്യണത് എന്ന് പറഞ്ഞു തന്നത്. കാരണം ഒത്തിരി പേര് വീഡിയോ ഒക്കെ നോക്കി കണ്ട് പഠിക്കുന്നുണ്ട് എന്ന് മെസ്സേജൊക്കെ അയച്ച് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിക്കോട്ടെ വെച്ചിട്ടാണ് കൈയും കാലും കൂടി ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞത്. പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന രീതികളൊക്കെ കുറച്ചൊക്കെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇതുവരെയാണ് എടുക്കുന്നത്. ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റെപ്പായിരുന്നു ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്, അതും തൃപ്പതാക ബാക്കിൽ വന്നിട്ട്. അപ്പോൾ ആ തൃപ്പതാക നമ്മൾ അവിടുന്ന് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മങ്കയെ കരശി എന്നുള്ള പാട്ടിൽ നമ്മളിതേ കഴുത്താട്ടിരുന്നു. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ചാടി, ലെഫ്റ്റിലോട്ട് ചാടി, ബാക്കിലോട്ട് 4 സ്റ്റെപ്പ്, ഫ്രണ്ടിലോട്ട് 4 സ്റ്റെപ്പ് ആവുമ്പോൾ ഒരു പാട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ മങ്കയെ കരശി ദേവി ഇങ്ങനെ എടുത്ത് ചാടിയിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരിവള എന്നുള്ള ഒരു ഭാഗം വരുമ്പോൾ ഇങ്ങനെ 2 സൈഡായിട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. പിന്നെ നമ്മൾ ഒരു കയ്യിൽ ഡോളായിട്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ അതിലത്തെ 2ാമത്തെ ലൈനായി. പിന്നെ 3ാമത്തെ ലൈനും അതേ തന്നെയാണ്. മങ്കയെ കരശി പറയുമ്പോൾ ഇങ്ങനെ ആക്കി, വള മകൻ പാർവൈ പറയുമ്പോൾ ഇങ്ങനെ ആക്കി. അത് കഴിഞ്ഞിട്ടുണ്ട് വെച്ച് നമ്മൾ വരിവള എന്നുള്ളത് 4 സ്റ്റെപ്പിൽ ചെയ്തു. ഇങ്ങനെ 2 സൈഡിലോട്ടൊക്കെ നോക്കി വരിവള, കൈവള എന്നിങ്ങനെയൊക്കെ കാണിച്ചിട്ട് പാമാടി പറയുമ്പോൾ 2 കൈ എടുത്തിട്ട് 4 സ്റ്റെപ്പായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യത്തെ ഒരു 3 ലൈന്. പിന്നെ നമ്മൾ പങ്കജ ചെൽവിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാലൊന്ന് ഫ്രണ്ടിലോട്ട് വെച്ച് ഇങ്ങനെ പങ്കജ എന്നിങ്ങനെ കാണിച്ചു. ഷെൽവി പറഞ്ഞപ്പോൾ നമ്മൾ കുട്ടീനെ ഇങ്ങനെ കാണിച്ചിട്ട്, പാണ്ടിമ പറയുമ്പോൾ റൈറ്റ് കോണിലോട്ട് നമ്മളെടുത്ത് ചാടിയിട്ടുണ്ടായിരുന്നു. ദേവി എന്ന് പറഞ്ഞപ്പോൾ ലെഫ്റ്റ് കോണിലോട്ടും ചെയ്തു. അതേ കാര്യം 2ാമത്തെ ലൈൻ വന്നപ്പോൾ നമ്മൾ റൈറ്റ് കോണിലോട്ടായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ കാണിച്ചു, അടുത്ത് 2ാമത്തെ കയ്യിൽ കാണിച്ചിട്ട് 3ാമത്തെ കയ്യിൽ ഇങ്ങനെ ദേവി ഇങ്ങനെ കുട്ടി എന്നുള്ള ഇങ്ങനെ കാണിച്ചു. വീണ്ടും പാണ്ടിമ പറഞ്ഞപ്പോൾ നമ്മൾ റൈറ്റ് കോണിലോട്ട് ചാടി ബാക്ക് കോണ്, ദേവി എടുത്തിട്ട് ലെഫ്റ്റ് ബാക്ക് കോണ് ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത് ചെയ്ത് പണി ചെയ്ത നാൾ തോറും എന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെയായി താഴ്ന്ന് പണി ചെയ്ത നാൾ തോറും എന്ന് കാണിച്ച് പറവ
ഫ്രണ്ടിലോട്ടൊരു 2 സ്റ്റെപ്പ് അളപത്മം പിടിച്ച് ചെയ്തിരുന്നു. ഇതിപ്പോൾ ഞാൻ തൊട്ട് മുന്നേ ചെയ്തത് കണ്ടവർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. വീണ്ടും അതേ തന്നെ നമ്മൾ പണി ചെയ്ത നാൾ തോറും ചെയ്തിട്ട് പറവ എന്ന് കാണിക്കുന്നത് ആ ഒരു ബാക്കിലോട്ട് 4 സ്റ്റെപ്പ് ചെയ്യുക ചെയ്ത് വീണ്ടും അവിടെ മങ്കേക്കരച്ചി അത് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ മങ്കേക്കരച്ചി എന്നുള്ള ദേവിത ഇങ്ങനെ ചാടിയിട്ട് നമ്മൾ ബാക്കിലോട്ട് 2 സ്റ്റെപ്പും ഫ്രണ്ടിലോട്ട് 2 സ്റ്റെപ്പും ആയിട്ടാണ് നമ്മൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ എപ്പിസോഡുകളൊക്കെ കാണുന്നവർക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവും. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ തുടക്കം തൊട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഇനി നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ അടുത്തൊരു ഭാഗം അതും അഭിനയം തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് പഠിക്കാം. ആ ഒരു എപ്പിസോഡും കൂടിയേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ശരിക്കും എനിക്കിത് വേണമെച്ചാൽ അഭിനയം ഇതിൻ്റെ കൈകൾ മാത്രം ആദ്യം പഠിപ്പിക്കുക, പിന്നെ കാല് പഠിപ്പിക്കുക, അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ പഠിക്കുന്നവർക്ക് ഒന്ന് സ്പീഡിൽ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് രണ്ടും കൂടി അങ്ങനെ കാണിക്കുന്നത്. അടുത്തൊരു എപ്പിസോഡും കൂടി നമ്മൾ ഈ തോടയത്തിനായിട്ട് ചെയ്യുന്നുള്ളൂ. അതോടുകൂടി നമ്മുടെ തോടയം ഇവിടെ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ പഠിപ്പിച്ച ആ ഒരു സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇതിനു മുന്നേ ദേവി നെയ്യേ തുണേ എന്നുള്ളൊരു ഡാൻസൊക്കെ പഠിപ്പിച്ചപ്പോൾ ആദ്യം മുദ്രകൾ പഠിപ്പിച്ചു, പിന്നെ കാല് ചെയ്തു, അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാനിപ്പോൾ കൈയും കാലും കൂടി ഒരുമിച്ചിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഇപ്പോൾ ഈ വീഡിയോ കണ്ട് പഠിക്കുന്നവർക്ക് അത് പെട്ടെന്ന് പഠിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളത് ഒരുമിച്ച് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു എപ്പിസോഡും കൂടി നമുക്ക് തോടയത്തിനായിട്ട് ഉള്ളത്. അപ്പോൾ അതും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ തോടയം കഴിയും. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതേപോലെ കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക.